ഇതിൻ്റെ കൂടെ ഫിഷ്, റൈസ്, ബോയിൽ വെജിറ്റബിൾസ്. ഇനി നമുക്കൊരു ലെമൺ ബട്ടർ സോസ് ഉണ്ടാക്കണം. ലെമൺ, ഗാർലിക്, ബട്ടർ, ഇത് മൂന്നും ഉണ്ട്. ഇനി എങ്ങനെ ചെയ്യുന്നതെന്ന് കൂടെ മെൽറ്റ് ചെയ്യുക. ഗാർലിക് ലെമൺ ബട്ടർ സോസ് ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ ഈ റൈസിൻ്റെ മുകളിലോ സെപ്പറേറ്റ് സോസ് ബോളിലോ ഈ ഫിഷിൻ്റെ സൈഡിലോ. ഓക്കെ. ബേസിക്കലി ജസ്റ്റ് ഒരു സോസ് ആയിട്ടാണ് നമ്മൾ ഫുഡിൻ്റെ കൂടെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. കോംപ്ലിമെൻറ്റ് ചെയ്യും. ഫിഷ്, ഗ്രിൽ ഫിഷ് ഒക്കെ പോകുമ്പോൾ ഇപ്പോഴും ലെമൺ ബട്ടർ സോസ്, ഗാർലിക് മയണോ ഇതെല്ലാമാണ് പോകുന്നത് അവിടെ. പിന്നെ മാരി റോസിൻ്റെ മയണൈസ് വിത്ത് കോക്ടെയിൽ സോസ് ഒക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് മയണൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ലെമൺ ബട്ടർ സോസ് കൊടുക്കണ്ട. പൈനാപ്പിൾ, ജിഞ്ചർ, പൈനാപ്പിൾ ഇട്ടു. മതിയോ? നല്ല ബ്രൗണിഷ് കളർ ആവുന്നതായിരിക്കും അല്ലേ? നമ്മളെന്ത് കാരമലൈസ്ഡ് എന്നല്ല, കാരമലൈസ്ഡ് അങ്ങനെ കുറച്ച് ഇത് ചെയ്യുമ്പോഴത്തേക്കും കളറൊക്കെ മാറാൻ വേണ്ടി. ബട്ടർ റെഡി ആക്കിയോ? ഇപ്പോൾ ഷുഗർ ഇപ്പോൾ മെൽറ്റ് ആവും. ഏതാ ഷുഗർ ഇപ്പോഴേ മെൽറ്റ് ആവും. മെൽറ്റായിട്ട് നമുക്ക് വീട്ടിലൊക്കെ സിനമൺ പൗഡർ ഉണ്ടോ? സിനമൺ പൗഡർ നമുക്ക് വീടുകളിലൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. സിനമൺ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ കോക്കനട്ട് എന്താണ് ഫ്ലെക്സോ ഷെഡ്സോ മറ്റേ ഡെസിഗ്നേറ്റഡ് വേണ്ട, ഫ്രഷ് കോക്കനട്ട്. ഓക്കെ. കോക്കനട്ട് മിൽക്കിൽ ഇത് ചായ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ട്. കോഫി ഇല്ല വരുന്നു പുതിയതായിട്ട്. കോഫിയും ടീയും കോക്കനട്ട് മിൽക്കിനകത്ത്. ഓക്കെ. അത് പിന്നെ കേരള സ്പെഷ്യൽ ആവുമായിരിക്കും അല്ലേ? കോക്കനട്ട് ഓയിൽ. കേരള ഇപ്പോൾ അതിൻ്റെ കോക്കനട്ട് ഒരു പ്രൊമോഷനാണ്. ഓക്കെ. കോക്കനട്ട് മിൽക്കിനകത്ത് കുടിച്ചോ? ഞാൻ കുടിക്കുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി കുറച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. കോക്കനട്ട് മിൽക്ക് കൊണ്ട് കുറേയധികം സാധനങ്ങൾ, നമ്മൾ മിൽക്ക് കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ കോക്കനട്ട് മിൽക്ക് കൊണ്ട് ഉണ്ടാക്കുന്നതിനെ പറ്റി. ഓക്കെ. ബട്ടറാണോ? കുറച്ച് അതിൻ്റെ പകുതി പൊട്ടും. ഇത്രയും ബ്രൗൺ ആയാൽ മതിയോ ഷുഗർ? കുറച്ചും കൂടെ ബ്രൗൺ ആണ്. ഞാൻ നല്ലോണം കോട്ട് ചെയ്തെടുക്കണം അല്ലേ? ഇതിനകത്ത് നമുക്ക് കുറച്ച് റമ്മൊക്കെ ഒഴിക്കുക, നല്ല ഫ്ലെയിംസ് ഒക്കെ. റമ്മ ഒഴിക്കാം. ഇത് ബെസ്റ്റ് കോമ്പിനേഷൻ. ഇത് നമ്മൾ വാനില ഐസ്ക്രീം, ഏതെങ്കിലും ഐസ്ക്രീം, കുറച്ച് സിനമൺ പൗഡർ എപ്പോഴും നല്ലതാണ്. ബട്ടർ റൈസ്, ഗ്രിൽ ഫിഷ് വിത്ത് മാരിനോ സോസ്, sauté vegetables, pineapple fantasy, okay, nutty banana, okay, caramelized nutty banana. All right. എല്ലാം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് അവർക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാം. അപ്പോൾ നമുക്കിത് എടുത്തുകൊണ്ട് പോകാം. ഫ്ലോറ സ്റ്റൈലിലും നമ്മൾക്ക് ഇവിടെ വെച്ച് കിട്ടിയ സാധനങ്ങൾ വെച്ച് നമ്മൾ ഹോട്ടൽ വിളമ്പുന്ന പോലെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. അതും കോണ്ടിനെൻ്റലായിട്ടുള്ള ഐറ്റം ഉണ്ടാക്കി. ഒരു കേരള ഐറ്റം ഉപയോഗിച്ചിട്ടില്ല. സാറിൻ്റെ ഫ്രിഡ്ജിൽ അത്രയ്ക്കും വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കൊണ്ടുള്ളതുകൊണ്ട്. കഴിച്ചു നോക്കിയിട്ട് പറയാം ഞങ്ങൾ. സാർ ഇതൊരു സോട്ടഡ് വെജിറ്റബിൾസ് എന്ന് പറയും. സോട്ടഡ് വെജിറ്റബിൾസ്, ഗ്രിൽ ഫിഷ് വിത്ത് മാരിനോ സോസ്, ബട്ടർ റൈസ്. അപ്പോൾ ആദ്യം വെജിറ്റബിൾ നോക്കാം. എന്തായാലും തുറന്നു പറയാലോ, മുഖസ്മൃതി പറയണമെന്ന് വിചാരിക്കരുത്. മിസ്റ്റർ റോയ്
ഫാന്റാസ്റ്റിക്. താങ്ക് യു വെരി മച്ച്. കാരണം എനിക്ക് ഈ വെജിറ്റബിൾ ഐറ്റത്തിനോട് വളരെ താല്പര്യമുള്ള, പ്രത്യേകിച്ച് ഈ ബോയിൽഡ് വെജിറ്റബിൾ. അപ്പോൾ എന്തായാലും ഇത് വളരെ ടേസ്റ്റിയാണ്. കണ്ടിന്യൂ. വെരി ഗുഡ്. സാർ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഇത്രയോ പ്രശസ്തമായ ബിസിനസ് ആയിട്ടുള്ള സാർ ചെയ്യുമ്പോൾ ഇതിനകത്ത് അവസരം തന്നത് താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് us a chance. സോ ഇതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളൊരു വേറൊരു ഡെസേർട്ടും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പോയി ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് തരാം, അപ്പോഴത്തേക്ക് കഴിച്ചോ. കാരമലൈസ്ഡ് നട്ടി ബനാന എന്ന് പറയും. ഓ താങ്ക് യു. ഇത് നമ്മുടെ ഇവിടെ ഉള്ള പഴവും നട്ടും ബട്ടർ ഷുഗർ എല്ലാം കൂടെ വെച്ചുണ്ടാക്കിയതാണ്. ഞങ്ങൾ നല്ലോണം ആക്രമിച്ചിട്ടുണ്ട് കേട്ടോ, കിച്ചണിനകത്ത് കയറി എല്ലാം പോയി തെരഞ്ഞ് നല്ല മെസ്സാക്കിയിട്ടുണ്ട്. ബനാന, ബട്ടർ, ഷുഗർ ഉണ്ട്, നട്ട്സും ശരി. ഏത്തക്ക വെച്ചിട്ടുണ്ടാക്കി. ഏതൊക്കെ വെച്ചിട്ടുണ്ടാക്കിയത്? വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ ഡിഷ് ഉണ്ടാക്കി തന്നപ്പോഴേ കിച്ചൺ എങ്ങനെയായാലും കുഴപ്പമില്ല. അടിപൊളിയായിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് us this opportunity. ഇവിടെ വന്ന് ഉണ്ടാക്കി തരാൻ വേണ്ടി. ഷെഫിന് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ ഇത്രയും ഒരു ഫ്രിഡ്ജിനകത്ത് ഇത്രയും എല്ലാ വളരെ സന്തോഷം. അപ്പം ഞങ്ങളുടെ ഭാഗത്തുനിന്നും വളരെ സന്തോഷമുണ്ട്. ഇതേപോലെ ഒരു നല്ല വെറൈറ്റി ഫുഡ് കഴിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്ന മിസ്റ്റർ റോയ്ക്കും കപ്പ ടിവിയോടും ഞങ്ങൾ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പം നിങ്ങൾ ഈ ഫുഡ് സിയുടെ എപ്പിസോഡ് കണ്ടതാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ ഞാനും ഷെഫും വേറൊരു പുതിയ വീട്ടിൽ കുറേ പുതിയ ഡിഷസുമായിട്ട് നിങ്ങളെ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ. ബൈ ബൈ.